മാതാവിനും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് ഷിൻസി. ഞാൻ കോട്ടയം ജില്ലയിലെ വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 3 മക്കളാണ്. എൻ്റെ 3ാമത്തെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. കുഞ്ഞിന് 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പും അതുപോലെ തന്നെ ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ടെന്ന്. സാധാരണ സ്കാനിങ്ങിൽ നോക്കിയപ്പം ലിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ, പാലറ്റ് ലിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 4D സ്കാൻ ചെയ്യാൻ പറഞ്ഞു. 4D സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡീപ്പ് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനും ചേട്ടായും കൂടെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു. 9 മാസം വരെയും കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും ഉണ്ടെന്ന് തന്നെയാണ് എല്ലാ സ്കാനിങ്ങിലും പറഞ്ഞത്. സിസേറിയൻ ആയിരുന്നു എനിക്ക്. സിസേറിയൻ്റെ അന്ന് പോലും ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് ക്ലെഫ്റ്റ് പാലറ്റുണ്ട്, കുഞ്ഞിന് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ എന്നും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ തന്നെ 5:30-ക്കുള്ള അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി ഞാൻ കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അത് വെറും വയറ്റിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് വെഞ്ചിരിച്ച ഉപ്പ് ഇട്ട വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക വരെ ഞാൻ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ അന്ന് രാവിലെ വരെയും ഞാൻ ഈ വെഞ്ചിരിച്ച ഉപ്പ് ഉപയോഗിച്ച വെള്ളവും തൈലം എൻ്റെ വയറ്റിൽ തൊട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ വയറ്റിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. 2024 ഒക്ടോബർ 10-ാം തീയതി 21-ാം തീയതിയാണ്, ഒക്ടോബർ 21-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ജനുവരി 26-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഫെബ്രുവരി 4-ാം തീയതിയാണ് കുഞ്ഞുണ്ടാകുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം ദൈവാനുഗ്രഹത്താൽ കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാലറ്റ് ഇല്ലായിരുന്നു. എൻ്റെ അമ്മേനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കുഞ്ഞിന് പാലറ്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കൂടെ മുക്കിക്കൂടെ എല്ലാം പുറത്തേക്ക് വരത്തേ ഉള്ളൂ. നമ്മൾ കുപ്പിപ്പാൽ പോലും കുഞ്ഞിന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞിൻ്റെ നെറുകയിലെല്ലാം കയറി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിന് ലിപ്പുണ്ടെങ്കിൽ പാലറ്റ് നീ കൊടുക്കരുത്, ലിപ്പുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് അത് എനിക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ കുഞ്ഞിന് പറ്റണേ എന്ന് ഞാൻ എന്നും അമ്മേനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ സഹായിച്ച് എൻ്റെ കുഞ്ഞിന് പാലറ്റില്ല, ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർജറിക്ക് ചെന്നപ്പോൾ പോലും ഡോക്ടർമാർ പറഞ്ഞു 1% കുഞ്ഞിന് പാലറ്റ് കാണും, കാരണം ഇത്രയും ഡീപ്പ് ലിപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവനൊരു ചെറിയ വെട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് എന്താണേലും പാലറ്റും കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, സർജറി ചെയ്യുന്ന ഡോക്ടർമാർ പോലും. പക്ഷെ നോക്കിയപ്പോൾ കുഞ്ഞിന് പാലറ്റില്ല, ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുഞ്ഞ് 3 വയസ്സായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടിയിലുണ്ടായിരുന്നു. മമ്മി ഇവിടെ വന്ന് ഇവന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. എന്നും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം തേച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. 3 വയസ്സിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് അവന് ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് മമ്മി വീടുകളിൽ കൊടുക്കും, ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ, കുറവലങ്ങാട് ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഞാൻ ഓരോ കടകളിൽ കയറി പത്രം കൊടുക്കും. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ചേട്ടന്മാർക്ക് ഓരോ ഓട്ടോക്കാരുടെ അടുത്തും പോയി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഭക്ഷണം മേടിക്കാനും, വീടുകളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ അവരെ ആരെയും പറഞ്ഞു വിടാറില്ല. ഞാൻ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ദൈവകുമാരനും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ഷിൻസി ലിജേഷ് എന്ന ഈ മകൾ തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസനം ഉടമ്പടി മാതാവിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉദരത്തിലുള്ള കുഞ്ഞിന് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ
ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഷിൻസിയും ഭർത്താവും കൂടി അമ്മയുടെ അരികിൽ ഓടിയെത്തി ഉടമ്പടി എടുക്കുന്നത്. മകൾ അത് പറയുന്നുണ്ട്. കാരണം പാലറ്റും ക്ലെഫ്റ്റ് ലിപ്പും പറയുമ്പോൾ അത് കുഞ്ഞിൻ്റെ ശാരീരികമായ അവശതകൾ ഏറെ ഗുരുതരമാക്കും, ക്ലേശമുള്ളതാക്കുമെന്ന് ഡോക്ടർമാർ തുടർച്ചയായി ഇവരോട് പറയുന്നതാണ് അവരെ പ്രയാസപ്പെടുത്തിയത്. മുറിച്ചുണ്ടും കുറുനാക്കിൻ്റെ പ്രശ്നങ്ങളും. എന്നാൽ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് ആ നിയോഗം കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞ്, ക്ലേശമില്ലാത്തൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. സഹോദരി പറഞ്ഞു, ഉദരത്തിലെന്നും ഉടമ്പടി തൈലം കുരിശടയാളം വരച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ രോഗക്ലേശങ്ങൾ കുറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് പാല് കുടിക്കുവാൻ പറ്റുന്ന വിധത്തിൽ കുഞ്ഞിനെ കരങ്ങളിലേക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ മകൾക്കുണ്ടായിരുന്ന രോഗക്ലേശങ്ങൾക്ക് അത് മരുന്നെല്ലാം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി ഉപ്പ് അത് ഒരല്പം ഉള്ളിൽ സേവിച്ചിട്ട് അത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ തൻ്റെ ശരീരത്തിലുള്ള എല്ലാ ദോഷകാര്യങ്ങളെയും അകറ്റിക്കളഞ്ഞുകൊണ്ട് അമ്മമാതാവിൻ്റെ സഹായവും ഈശോയുടെ തിരുരക്തവും തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ പൂർണ്ണമായി ശുദ്ധി ചെയ്ത് ആരോഗ്യത്തോടെ നൽകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് മകൾ പറയുന്നുണ്ട്. ഗർഭിണിയായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും അത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ അലസത കാണിച്ചിരുന്നില്ല. ഓരോ ഇടങ്ങളിലേക്ക് പോവുകയും എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിന് എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും വചനത്തെയും സ്നേഹത്തെയും അനുഭവങ്ങളെയും സാക്ഷ്യപ്പെടുത്തുന്ന കൃപാസനം പത്രം കൈമാറുന്നതിന്, സ്നേഹത്തോടു കൂടി അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൈമാറുന്നതിന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്ന്. മറ്റൊന്നുകൂടി അവൾ ചേർത്ത് പറഞ്ഞു, ഞാൻ ഗർഭിണിയായിരുന്നെങ്കിലും ശാരീരികമായ അവശതകളുള്ള അവസ്ഥയിലാണെങ്കിലും രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ദൈവിക ഇടപെടലിന് വേണ്ടി എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരുന്നുവെന്ന്. ആ സിസേറിയന് മുമ്പ് പോലും ഡോക്ടർമാർ ഈ രോഗാവസ്ഥയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈകളിലേക്ക് കിട്ടുന്ന കുഞ്ഞിനെ കണ്ട് പ്രയാസപ്പെടരുത്, മുൻകൂറൊരു ധാരണയുണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ സിസേറിയന് പോകുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വിസ്മയാവഹങ്ങളാണ്. ദൈവത്തിൽ ശരണപ്പെടുന്ന ഓരോരുത്തരെയും എത്ര കണ്ട് മറ്റുള്ളവർ എതിരി നിൽക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി വലിയ നന്മകൾ ഒരുക്കിത്തരുന്നത് അത്ഭുതത്തോടെ കണ്ടു നിൽക്കുവാൻ എളിയവരായ നമ്മളെ ദൈവം എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, പിറന്നു വീണ കുഞ്ഞിന് പാല് കുടിക്കുവാൻ യാതൊരു ക്ലേശവും ഇല്ലാത്ത വിധത്തിൽ ആരോഗ്യത്തോടെ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ അമ്മ മാതാവ് വെച്ചു തന്നുവെന്ന്. എല്ലാവരും ഇതെന്താണ് ഇതിങ്ങനെ അത്ഭുതത്തോടു കൂടി എല്ലാ സ്കാനിങ്ങിലും റിപ്പോർട്ട് എതിരായിരുന്നിട്ടും അവസാന നിമിഷം ഇതെങ്ങനെ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യം ഇത്രത്തോളം നന്നായി കിട്ടിയെന്ന് അത്ഭുതപ്പെടുമ്പോൾ മകൾക്കുറപ്പുണ്ട്, അതെൻ്റെ ഉടമ്പടി മാതാവിനൊരു കാര്യം കൊടുത്താൽ അമ്മ മാതാവ് തിരുക്കുമാരിൽ നിന്ന് നേടിത്തരുന്നത് വരെയും കൂടെ നിന്ന് എന്നെ സഹായിക്കുമെന്ന്. അതിന് സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അത് തന്നെ 3 വയസ്സിന് ശേഷവും മൂത്ത മകൻ സംസാരിക്കാനാവാതെ ക്ലേശിച്ചപ്പോഴും ആ കുഞ്ഞിനുള്ള ഔഷധമായും കൊടുത്തിരുന്നത് ഉടമ്പടി തൈലവും ഉടമ്പടി തേനുമാണ്. പ്രിയമുള്ളവരെ, ഓരോ നേർച്ച വസ്തുവും ഈ കഴിഞ്ഞ 39 വർഷം ജോസഫച്ചൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയ കൃപകളാലും പരിശുദ്ധമ്മയിലും ഈശോയിലും അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ലോകത്തിന് പങ്കുവയ്ക്കുന്ന അച്ഛൻ്റെ സുവിശേഷവേലയുടെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും നിരന്തരമായ സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ആശീർവദിച്ചാണ് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഓരോ നേർച്ച വസ്തുവും ദൈവിക ശക്തിയോടു കൂടിയാണ് കൈമാറുന്നത്. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുവോ അങ്ങനെ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും. സംശയത്തോടെ ഉപയോഗിക്കുന്നവർക്ക് ഫലമില്ലാതെ പോകും. വിശ്വസിച്ച് അത് ഔഷധമായും അഭിഷേകമായും ഏത് പ്രതിസന്ധിക്കും മുന്നോട്ട് പോകുവാനുള്ള വഴിവിളക്കായും എനിക്ക് നേർച്ച വസ്തു മാറുമെന്ന് നല്ല ഉറപ്പോടു കൂടിയാണ് ജീവിതത്തിൽ സ്വീകരിക്കുന്നതെങ്കിൽ ഉടമ്പടി തൈലമാവട്ടെ, ഉടമ്പടി ഉപ്പാവട്ടെ, ഉടമ്പടി കാശുരൂപമാവട്ടെ, ഉടമ്പടിയുടെ തേനാവട്ടെ, നമുക്കത് അനുഗ്രഹത്തിനുള്ള അടയാളമാകുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് അമ്മ മാതാവിലൂടെ ഈശോയുടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച ആരോഗ്യത്തിന്
അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.